വചനം കേൾക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം തുറക്കണം, അല്ലേ? ഇപ്പം അച്ഛൻ ഇത്ര നേരം ഇവിടെ സംസാരിച്ചു, എത്ര പേരുടെ ഹൃദയം തുറന്നു? നമുക്കൊക്കെ എല്ലാവരുടെയും മനസ്സിലിപ്പോൾ ഉള്ളൊരു ചിന്ത എന്താ? ഒന്ന് കൗൺസിലിങ്ങിന് പോയിട്ട് എൻ്റെ പ്രശ്നം എപ്പോഴാണെന്ന് സോൾവ് ആകുക, ഇതെപ്പോഴാണെന്ന് നടക്കുക, ഇത് ചിന്തിച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ ഒരു കൗൺസിലേഴ്സിനും നിങ്ങളുടെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റില്ല, വചനത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പം നിങ്ങളിവിടെ ഇരുന്ന് വചനം കേൾക്കുകയാണെങ്കിൽ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. ഒരു കൗൺസിലറിനും, ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, എനിക്കൊന്നും പറ്റില്ല നിങ്ങളുടെ ഒരു പ്രശ്നവും മാറ്റിത്തരാനായിട്ട്. നിങ്ങൾക്ക് പ്രശ്നം മാറ്റിത്തരാൻ കഴിവുള്ളവൻ ഈ സക്രാരിയിലിരിക്കുന്നുണ്ട്, വചനത്തിലിരിക്കുന്നുണ്ട്. അവിടേക്ക് നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയാൽ നിങ്ങളുടെ പ്രശ്നം മാറും. അല്ലാതെ ഓടി സിസ്റ്ററിനെ എങ്ങനെ, ഇപ്പം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറേ പേരെ ശ്രദ്ധിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ കുറേ പേരെ ശ്രദ്ധിച്ചു. വളരെയധികം പേരും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല. മനസ്സ് മുഴുവനും എത്ര പെട്ടെന്നാണ് സമയം ഒന്ന് മാറിക്കിട്ടുന്നത്, എപ്പോഴാണ് കൗൺസിലിങ്ങിന് പോകാം എന്ന് ചിന്തിച്ചിരിക്കുന്നതാണ് കാണാനായിട്ട് സാധിച്ചത്. ഒരിക്കലും കൗൺസിലർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇരിക്കുന്ന ഏറ്റവും വലിയ കൗൺസിലറും ഏറ്റവും വലിയ വചനവും നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്. അതിലേക്ക് ശ്രദ്ധ ചെലുത്തുക. നമുക്ക് എങ്ങനെയാണ് വചനം കേൾക്കാൻ സാധിക്കുക, വചനം കേൾക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കുമ്പോഴാണ് വചനം നമുക്ക് കിട്ടുന്നതെന്ന് വചനം തന്നെ പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ആരാ തുറന്നേ? ഈശോ. നമ്മുടെ ഹൃദയം, വിശുദ്ധ ലിഖിതം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ ഈശോ നമ്മുടെ ഹൃദയം തുറന്നാൽ മാത്രമേ നമുക്ക് എന്താണ് പറയുന്നത്, ഈ വചനത്തിൽ എന്താണുള്ളത്, അല്ലെ വചനം പ്രസംഗിക്കുന്നവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയം തുറന്നു കിട്ടണം. ഈ ഹൃദയം തുറന്നു കിട്ടാനായിട്ട് ഇതിന് സാധിക്കുന്ന എപ്പോഴാണ്? നമ്മൾ ഹൃദയം തുറന്നു തരണേന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഹൃദയം തുറന്നാൽ മാത്രമേ വചനം അകത്തേക്ക് കയറുകയുള്ളൂ, നമ്മിൽ പരിവർത്തനം വരികയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ആദ്യം വേണ്ടത് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഈശോയെ, എനിക്ക് എൻ്റെ ഹൃദയം തുറന്നതാ, എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈശോ പറഞ്ഞു, അതുപോലെ തന്നെ പൗലോസ്ലീഹ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പട്ട് വിൽപ്പനക്കാരി ഉണ്ടായിരുന്നു. അവിടെ ഹൃദയവും വചനത്തിൽ പറയുന്നുണ്ട്, അവൾക്കും ഈ വചനം കേൾക്കാൻ വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തു എന്ന്. നമുക്കത് കേൾക്കാം. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കേട്ടോ, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ആര് വചനം പറയുന്നുണ്ടെങ്കിലും അത് തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പം ആ ഹൃദയം ലിദിയയുടെ വലിയ പട്ടുവിൽപ്പനക്കാരിയാണ്, അവിടെ ഹൃദയം പോലും തുറന്നു. അവൾ ആ മനസ്സ് കാണിക്കുമ്പോഴാണ് നമുക്ക് വചനം കേൾക്കണം, വചനത്തിൽ മാത്രമേ എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്താൻ സാധിക്കൂ എന്ന് നമ്മുടെ ചിന്തയിൽ വരുന്നുവോ അപ്പോഴേ നമ്മൾ ഹൃദയം തുറക്കുകയുള്ളൂ, അല്ലേ? ഇപ്പോൾ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് തന്നെ എന്താ, വചനം കേൾക്കാനാണോ? അതോ വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് ഇവിടെ നല്ല അനുഭവസൈവിധ്യമായൊരു കുർബാനയുണ്ട്, വചന സന്ദേശങ്ങളുണ്ട്, അത് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നവർ എത്ര പേരുണ്ട് ഇവിടെ? ഓക്കെ, 2-3 പേരെങ്കിലും ധൈര്യപൂർവ്വം കൈപൊക്കി. ബാക്കിയുള്ളവരൊക്കെ കൗൺസിലിങ്ങിന് വന്നതാണ്. എന്താണ് എൻ്റെ പ്രശ്നം ഒന്ന് മാറിക്കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ആ പ്രശ്നം എങ്ങനെയാണ് മാറിക്കിട്ടുന്നതിനെക്കുറിച്ചും കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ ചിന്തിക്കാം കേട്ടോ. ഇങ്ങനെ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഒരു 10-22 വർഷം മുമ്പ് എനിക്കൊരു അനിയനുണ്ട്. അവൻ സെമിനാരിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു ലെറ്റർ അയച്ചു, ക്രിസ്തുവിൻ്റെ പരിമളമായ കുഞ്ഞേച്ചിക്ക്. അപ്പോൾ ഞാൻ ഓർത്തു, ഇതെന്താ ക്രിസ്തുവിൻ്റെ പരിമളം? അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എല്ലാവരോടും ഇങ്ങനെ ചിരിച്ചു കളിച്ചുമൊക്കെ നടക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ക്രിസ്തുവിൻ്റെ പരിമളം എന്ന് സൂചിപ്പിച്ചതെന്നൊക്കെയാണ് പിന്നീട് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് സെമിനാരി പട്ടം കിട്ടാറായപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരു ലെറ്റർ അയച്ചു, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ഈ 2 വചനവും കൂടെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ 2 വചനം ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കും. ക്രിസ്തുവിൻ്റെ പരിമളം പരത്തണമെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ക്രിസ്തുവിൻ്റെ പരിമളം പരത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ആരായിരുന്നു? ക്രിസ്തു ഉള്ളവന് മാത്രമേ അവൻ്റെ പരിമളം പരത്താൻ പറ്റുള്ളൂ. നമ്മൾ എന്താണോ നമ്മുടെ ഹൃദയത്തിലുള്ളത് അതിൻ്റെ മണമേ പുറത്തേക്ക് വരുള്ളൂ, അല്ലേ? അപ്പം നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ 1-ാം സ്ഥാനം കൊടുത്താൽ നമുക്ക് ക്രിസ്തുവിൻ്റെ പരിമളം പരത്താൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതുവരെ നമ്മൾ എന്തിൻ്റെ പരിമളമാണ് പരത്തിയേ? ബുദ്ധിമുട്ടിൻ്റെ, പ്രയാസത്തിൻ്റെ, വിഷമതകളുടെ പരിമളം പരത്തിക്കൊണ്ട് നടക്കുക. ആവലാതിപ്പെട്ട് കരഞ്ഞുകൂവി എവിടെ പോയാലാണ് പ്രശ്നം മാറുന്നത് എന്നൊക്കെ ഓർത്ത് നമ്മൾ നടക്കുക. പക്ഷെ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാത്തിനും ഉത്തരം തരുന്ന ഒരാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നില്ല.
അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറയണത്, ഇത് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. ഒരിക്കലും പുതിയ നിയമത്തിൽ ഈശോ പറയുന്നില്ല നീ ക്രിസ്തുവിനെ പൂജിക്കണ്ടെന്ന്. ഇല്ലേ? ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കണമെന്ന് ആരാ പറഞ്ഞത്? ഏത് ശിഷ്യനാ, ഏത് സ്ത്രീയായ ഏത് ഈശോയുടെ ശിഷ്യനാ പറഞ്ഞതെന്ന് പറയാവോ? നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സൂക്ഷിക്കാൻ പത്രോസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്ക് വചനം കേൾക്കാം. 1 പത്രോസ് 3:15 ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. കണ്ടോ? ഇത്രയും പോലും നമുക്കൊരു കുഞ്ഞ് സെൻറ്റൻസ് പറയാൻ കൂടെ കിട്ടുന്നില്ല. കാരണം എന്താ? നമ്മൾ ഈ വചനം പഠിച്ചിട്ടില്ല. എത്ര പേരുണ്ട് ഈ വചനം മുഴുവനും പല തവണ വായിച്ചു, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വചനം വായിച്ചു കഴിഞ്ഞവർ? വേണ്ടോ? വളരെ ചുരുക്കം ചിലർ മാത്രമാണ് ഈ വചനം വായിച്ചിട്ടുള്ളൂ. പിന്നെ വചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് തെറ്റ് പറ്റിയത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇതുവരെ തെറ്റ് പറ്റിയത്. നമ്മൾ തെറ്റ് പറ്റിയല്ലോ, ഇനി എന്താ നമ്മുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾ എന്നോർത്ത് നിങ്ങൾ കിടക്കണ്ട. കാരണം നമുക്ക് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. എന്ന് എനിക്ക് ദൈവത്തിൻ്റെ വചനം തിരിച്ചറിയാൻ പറ്റുന്നു, എനിക്ക് എന്ത് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ പറ്റുന്നു, അന്ന് എന്തുണ്ടാവും? എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല. അത് നിങ്ങൾക്കറിയാവോ? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വചനത്തിൽ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നറിയാവോ? ഇപ്പോഴിരിക്കുന്നത് ഏറ്റവും നിസ്സാരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ദൈവകൽപ്പനകൾ 10 എനിക്കറിയാം എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റിയവരുണ്ടോ ഇവിടെ? ഈ 10 കൽപ്പനയും ഞാൻ ഏത് രാത്രിയിലല്ല ഏത് പകലോ എപ്പോൾ വേണേൽ വിളിച്ചു ചോദിച്ചാലും ഞാൻ പറയാം, നിസ്സംശയം പറയാമെന്ന് പറയുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ആർക്കും കൈവെക്കാനായിട്ട് ധൈര്യമില്ല. 10 കൽപ്പനകളാണ്. ഇത് നമ്മുടെ വചനത്തിൽ തമ്പുരാൻ കൊടുത്തതാണ്. തമ്പുരാൻ്റെ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം എടുത്താൽ നമുക്കിത് കാണാം. ഇതിൻ്റെ വിശദീകരണം, ആ വചനം കൊടുത്തതിൻ്റെ ഫുൾ വിശദീകരണം ഒരു ഉടമ്പടിയായിട്ട് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇനിയെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോയിട്ടൊന്ന് ബൈബിൾ എടുത്ത് വായിക്കേ. വീട്ടിൽ പൊടി പിടിച്ചിരിക്കുന്നില്ലേ? ഇപ്പം എത്ര മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത്? അത്രയും സമയം നമ്മളിരുന്ന് വചനം വായിച്ചിരുന്നെങ്കിലോ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്തത്? പലരുടെയും വീട്ടിൽ പുക പിടിച്ചിരിക്കുന്നില്ലേ വചനം? കണ്ടാൽ എടുക്കാൻ പറ്റാത്ത രീതിയിലിരിക്കുന്നില്ലേ വചനം? നിങ്ങളുടെ പട്ട് വസ്ത്രങ്ങളിലൊക്കെ നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ അലമാരിയിൽ പൊതിഞ്ഞ് വെച്ചപ്പോൾ നിങ്ങളുടെ വചനം എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലെ ബൈബിൾ എവിടെയാണ് ഇരിക്കുന്നത്? എത്ര പേരുടെ വീട്ടിലുണ്ടോ ബൈബിൾ അലമാരിക്കുള്ളിൽ? ഇങ്ങനെ ഒരിക്കലും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുന്നംകുളം അടുത്തുള്ളൊരു സ്ഥലത്ത് ഒരു ചേച്ചി, ഒരു ഹൈന്ദവ ചേച്ചി എൻ്റെ അടുത്ത് വന്നേച്ചു പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ബൈബിള് അലമാരിയിൽ ഒരു ഷെൽഫിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. കാരണം എന്താ? അത് പൂജ്യമാണ്. 2 എൻ്റെ മക്കൾ കണ്ടാൽ അത് കത്തിച്ച് കളയും. ഹൈന്ദവ സ്ത്രീയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ ആ അലമാരിക്കുള്ളിൽ എൻ്റെ മന്ത്രകോടി വെച്ചിരിക്കുന്നത്, എൻ്റെ കല്യാണ വസ്ത്രം ധരിച്ചതിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഭദ്രമായി വെച്ചിട്ടുണ്ട്. രാത്രിയിൽ എഴുന്നേറ്റ് മക്കളെല്ലാം ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ പതിയെ അടുത്തെടുത്ത് വായിക്കും. പ്രിയപ്പെട്ട ഒരു ഹൈന്ദവ സ്ത്രീ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇരിക്കുന്ന എത്ര ക്രിസ്ത്യാനികൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്? രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ബൈബിള് വായിക്കാൻ പോട്ടെ, പട്ടാപ്പകൽ വായിക്കാൻ പോലും നമുക്ക് സമയമില്ല. പ്രശ്നമുണ്ട്. ഇത് മാത്രം പറയുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണമാണ് ഇന്ന് കൂടുതലുള്ളത്. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം പറയുന്നുണ്ട്, 1 മുതൽ 14 വരെ. ഇപ്പോൾ ഇത് മുഴുവൻ വായിച്ച് കേൾപ്പിക്കാൻ നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് അതെങ്കിലും ഒന്ന് വായിക്കുക. നിയമാവർത്തന പുസ്തകം പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ എന്ന് പോലും നമുക്ക് വ്യക്തമായി അറിയില്ല. ബൈബിളിലുണ്ട്. ഒരിക്കൽ ഞാൻ ഇവിടെ ഇരുന്ന അച്ഛൻ ഒരു സോഷ്യൽ സയൻസിൻ്റെ എന്തോ ഒരു ചോദ്യം ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു സഹോദരി എന്നോട് ചോദിക്കുക, അത് ഏത് ബൈബിളിലാണ് കിടക്കുന്നതെന്ന്, ഏത് സുവിശേഷ ഭാഗത്തിലാണ് കിടക്കുന്നത്? അത് കൊമേഴ്സാണ്. അത് കൊമേഴ്സാണോ ബൈബിളിലാണോ പറയുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുക. അതുപോലെ ഞാൻ ക്രിസ്തുവിൻ്റെ പരിമളം എങ്ങനെയാകണം എന്നിങ്ങനെ ആലോചിച്ചു. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ പൂജിക്കണ്ടേ എന്നുള്ള ചിന്തകളിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ദൈവപ്രമാണങ്ങളെല്ലാം അനുസരിച്ച് കഴിഞ്ഞ് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കും. നമുക്ക് പരിമളമാകണം. എങ്ങനെയാണ്? നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് പരിമളമാകാൻ പറ്റുന്നത്? മാന്യമായ രീതിയിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ വസ്ത്രധാരണം തന്നെ
നമുക്ക് പരിമളം പരത്തും. ഇതിനെ കണ്ടാൽ ആരാ? ഒരു സമുദായത്തെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം അല്ലേ? ഒരേ ഒരു സമുദായത്തെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഇവർ ഇന്ന സമുദായത്തിൽപ്പെട്ടതാ. നമ്മളെ കണ്ട ആരെങ്കിലും പറയുമോ നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന്? അല്ല, നമ്മുടെ പരിമളം കൊണ്ടേ പറ്റില്ല, നമ്മുടെ സ്വഭാവം കൊണ്ടോ നമ്മുടെ വസ്ത്രം കൊണ്ടോ എങ്കിലും പറ്റുമോ? എന്തുകൊണ്ടാണ്? അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഹോസ്റ്റലിലുള്ളൊരു കുട്ടിയോട് ഞാനിങ്ങനെ സംസാരിച്ചു. എടോ ഒന്ന് ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയും, സിസ്റ്ററെ ഞങ്ങളൊക്കെ ന്യൂജൻസാണ്. ഓ ന്യൂജൻ, അതെന്താ നിങ്ങൾ പറയും? അപ്പോൾ ഞാനൊക്കെയോ? സിസ്റ്റർക്ക് 90s 80s 70s അങ്ങനെയാണ് നിങ്ങളെയൊക്കെ അറിയുക. അടുത്ത വർഷം ഈ ഞങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞ്, അതായത് 10-25 വർഷം അല്ലെങ്കിൽ 2030 തൊട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൽഫ ബീറ്റ ഒമേഗ എന്ന് പറഞ്ഞയുടെ പോലെ അറിയപ്പെടുമെന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ന്യൂജൻസ് ഇത്രയേ ഡ്രസ്സ് ധരിക്കുന്നുള്ളെങ്കിൽ ആൽഫ എന്തായിരിക്കും? ഞാൻ ചോദിച്ചു അവരോട്, മക്കളെ നിങ്ങൾ ന്യൂജൻസ് ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നെങ്കിൽ ആൽഫക്കാരെന്തായിരിക്കും? അപ്പോൾ അവർ ചിരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് ഒരു സമുദായത്തിന് ഈ ആൽഫയും ബീറ്റയും ന്യൂജൻസ് ഒന്നും ഇല്ലേ? അപ്പോഴാണ് ആ കുട്ടികളും ആലോചിക്കുന്നത്, ശരി കേട്ടോ, അവർ ചിലരൊക്കെ എന്നാലും ഇല്ല, നമ്മുടെ അത്ര ഇല്ല. ഈ പറഞ്ഞ കുട്ടി കൈ പകുതിയും താഴെ മുകളിലൊക്കെ തിരിച്ചിട്ടിട്ടാണ് എന്നോട് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നീ ന്യൂജൻ, അപ്പോൾ അടുത്ത നിൻ്റെ മക്കളാവുമ്പോൾ ആൽഫ, അതിൻ്റെ മക്കളാവുമ്പോൾ ബീറ്റ, അപ്പോൾ അവസാനം ആദവും ഔവയും പോലെ ആകും അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാലോ ആദവും ഔവയും എങ്ങനെയായിരുന്നു തുടക്കത്തിൽ? അതേപോലെ ആകുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ചിരിച്ചു. ശരിയല്ലേ? നമ്മുടെ ഈ പോക്ക് അവിടെയല്ലേ എത്തുന്നേ? എന്തിനാ കുട്ടികളെ പറയുന്നേ? അമ്മമാർ പോലും ഇന്നിടുന്ന ഡ്രസ്സ് എത്രയാ? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഡ്രസ്സ്, നിങ്ങളുടെ ശരീരത്തെ മാന്യമായി, ഒരു സമുദായം ഫുള്ളും മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് നടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുയായികൾ, ക്രിസ്ത്യാനികളായ നമ്മൾ വിശുദ്ധി പാലിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് മാന്യമായ വസ്ത്രധാരണം. അതിനുമൊക്കെ പറയുക നല്ലത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളായി നമ്മൾ, അമ്മമാരായി നമ്മൾ മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിക്കാത്ത? നിങ്ങൾ എന്തിനാണ് സിനിമാ നടികളെ പോലെ നിങ്ങൾ ഡ്രസ്സ് ധരിക്കുന്നത്? അവർക്ക് പൈസ കിട്ടിയിട്ടാണ് അവരത് ധരിക്കുന്നത്. അവർക്ക് ഡ്രസ്സ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടാണ്. നിങ്ങൾ ആ പൈസയൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ്, നിങ്ങൾ വൃത്തിയിൽ ഡ്രസ്സ് ധരിക്കാതെ നിങ്ങളുടെ മക്കളോട് വൃത്തിയിൽ ഡ്രസ്സ് ധരിക്കാൻ പറയാൻ പറ്റുമോ? നിങ്ങളെ കണ്ടല്ലേ മറ്റ് കൊച്ചുങ്ങൾ പഠിക്കുന്നത്? ആണോ? എന്താ തോന്നുന്നത്? നിങ്ങളെ കണ്ടിട്ടല്ലേ? പലരും അമ്മമാരും വന്നിച്ച് പറയുന്നുണ്ട്, എൻ്റെ മോള് പറഞ്ഞാൽ അനുസരിക്കില്ല, എൻ്റെ മോള് ഡ്രസ്സ് ഇന്നതേ ഇടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കൊച്ചുരഹസ്യ പുണ്യാളത്തിൻ്റെ ഒരു ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. കൊച്ചുരഹസ്യ പുണ്യാളത്തിൽ ചെറുപ്പത്തിൽ അവൾക്ക് കൊച്ചു ഉടുപ്പ്, ഇങ്ങനെ കൈയില്ലാത്തൊരു ഉടുപ്പിടണമെന്ന് ഭയങ്കര ആഗ്രഹം. നല്ല ആഗ്രഹമായപ്പോൾ അവൾ എന്ത് ചോദിച്ചു? അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞു, അമ്മേ എനിക്ക് നല്ലൊരാഗ്രഹമുണ്ട്, എനിക്ക് കൈനീളമില്ലാത്ത ഇപ്പോഴത്തെ ഫാഷൻ ഡ്രസ്സ് അന്ന് ഇട്ട് തരാമോ, എനിക്ക് തയ്ച്ചു തരാമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്താ മോനെ, അമ്മ തയ്ച്ചു തരാമല്ലോ, മോക്കടെ എല്ലാ ഇഷ്ടത്തിനും അമ്മ കൂടെ നിന്നിട്ടില്ലേ, പിന്നെ എന്തിനാണ് മോള് വിഷമിക്കുന്ന? അമ്മ തയ്ച്ചു തരാം. പ്രിയപ്പെട്ടവരെ, അമ്മ തയ്ച്ചു കൊടുത്തോ? എന്ത് ഡ്രസ്സാണ് തയ്ച്ചു കൊടുത്തേ? അതൊക്കെ വല്ലൊന്നും വായിച്ചിട്ടുണ്ടോ? എത്ര സീരിയൽ ഇപ്പോൾ നടക്കുന്നുണ്ട്? 7:30, 8:30, 9:30, 10:30 എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും. കൊച്ചുരഹസ്യയുടെ ജീവചരിത്രം വായിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? കൊച്ചുകുട്ടികൾ, ചെറിയപ്പക്കാർ തൊട്ട് വലിയവർ വരെയുണ്ട്. ഹൈന്ദവൻ ആയ മന്ത്രി കൊച്ചുരഹസ്യയെക്കുറിച്ച് സംസാരിച്ചത് കേട്ടിട്ടുണ്ടോ? വിശ്വക്രിസ്ത്യയുടെ ചരിത്രം വായിച്ച് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നത് കേട്ടുവോ? ഈ കഴിഞ്ഞ ദിവസം വിശുദ്ധ തോമസ് ലീയെക്കുറിച്ച് പ്രസംഗിച്ചു, കേട്ടുവോ? നിങ്ങൾ എന്താ യൂട്യൂബിൽ കാണുന്നേ? ഇതൊന്നും നിങ്ങൾ കാണാറില്ല. നിങ്ങൾ പിന്നെ എന്താണ് കാണുന്നേ? എന്തുകൊണ്ടാണ് നമുക്കിതൊന്നും സാധിക്കാതെ പോകുന്നത്? ഒരു വിശുദ്ധയുടെ കൊച്ചുരഹസ്യയുടെ ജീവചരിത്രം, അല്ലെ അൽഫോൺസമ്മയുടെ ജീവചരിത്രം ഒന്നും വായിക്കാഞ്ഞേ? ആ അമ്മ പറയുകയാണ്, അമ്മ തയ്ച്ചു തരാം മോളെ എന്ന് പറഞ്ഞു പോയിട്ട് അമ്മ വളരെ മനോഹരമായ ഒരു ഉടുപ്പ്, ഇത്രയും കൈനീളമുള്ള, മുട്ടിൻ്റെ താഴെ വരെ ഇറക്കമുള്ള, കഴുത്തും കൂടെ മൂടിയ ഒരു ഉടുപ്പ് തയ്ച്ചു കൊടുത്തു. വളരെ മനോഹരമാണ് അത് കാണാൻ. നിങ്ങൾ കൊച്ചുരഹസ്യത്തിൻ്റെ അടുത്ത ചെറുപ്പത്തിലത്തെ പടങ്ങൾ നോക്കുകയാണെങ്കിൽ, ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ അത് കാണാം. എങ്ങനെയാണ് അമ്മ അന്ന് പകർന്നു കൊടുത്തത് കൊണ്ട് പിന്നീട് എഴുതിയിരിക്കുകയാണ്, അന്ന് അമ്മേൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ സന്യാസ ഭവനത്തിലെത്തുകയില്ലായിരുന്നു. പിന്നീട് അവൾക്കന്നറിയില്ലല്ലോ അവൾ വിശുദ്ധിയാകുമെന്ന്. ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു വിശുദ്ധി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി വിശുദ്ധ കൊച്ചുരഹസ്യ അല്ല, കൊച്ചുരഹസ്യയുടെ അമ്മ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണം നമ്മളാണ്.
നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ അമ്മാമ്മമാർ നമുക്ക് പറഞ്ഞു തന്ന ഒക്കെയാണ്. അവരെ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞു പോയ തലമുറകളിൽ എന്ത് ചെയ്തു, അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് തമ്പുരാൻ പറയുകയാണ്, പൂർവികർ ചെയ്ത തെറ്റിന് 3-4 തലമുറയെ ഞാൻ ശിക്ഷിച്ചുള്ളെങ്കിൽ നീ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് 1000 തലമുറ വരെ നിനക്ക് ഞാൻ അനുഗ്രഹം തരും. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഇതുവരെ എന്തൊക്കെ വന്നോ അതൊക്കെ ദൂരെ കളഞ്ഞ് ഇനിയുള്ള ജീവിതമെങ്കിലും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കാനായിട്ട് ഒരു പകുതി കാണിച്ച് നടക്കുന്ന ഡ്രസ്സുണ്ടെന്ന്. പകുതി അമ്മമാരുടെയും ശൈലിയിൽ പകുതി പകുതി ശരീരം കാണിക്കുന്ന ഒരു ഡ്രസ്സ് ഇല്ലേ? മനോഹരമായ രീതിയിൽ പണ്ടൊക്കെ അമ്മമാർ ചട്ടയും മുണ്ടും ഒക്കെ ഉടുത്ത് ശരീരം മുഴുവൻ മറച്ച് നടന്ന കാലഘട്ടം കഴിഞ്ഞു. മനോഹരമായൊരു സാരി ദേഹം മുഴുവൻ മറിക്കുന്നത് വന്നു. അത് നമ്മൾ ഞൊറിഞ്ഞു കെട്ടിക്കൊണ്ടുവന്നു. പിന്നെ മനോഹരമായ രീതിയിൽ ചുരിദാർ വന്നു. അത് നമ്മൾ വന്ന് ഫാഷനിട്ട് ഒരു സൈഡ് മാത്രമേ മറിക്കുള്ളൂ. മറ്റ് ഒരു സൈഡും കൂടെ മറിച്ചത് ഞാൻ പഠിപ്പിക്കുന്ന ACC ക്ലാസ്സിൽ തൃശ്ശൂർ ഡിഗ്രി ക്ലോസ് ആയിരുന്നു. അവർ കുട്ടികൾ വോയിസ് പറഞ്ഞു, സിസ്റ്റേ ചെറുപ്പക്കാരുടെ കുർബാനയ്ക്ക് ഞങ്ങൾ വരില്ല, ഞങ്ങൾക്ക് പ്രലോഭനമാണ്. അതെ, ഇത് തന്നെയല്ലേ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അമ്മമാരെ, നിങ്ങളടങ്ങിയ ഡ്രസ്സ് ധരിക്കുവാണെങ്കിൽ നിങ്ങളുടെ മക്കളോട് പറയാൻ പറ്റും, മക്കളെ ഇതൊന്നും അല്ലോ. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം പവിത്രീകരിക്കാനായിട്ട് മാന്യമായ രീതിയിൽ നമുക്ക് വസ്ത്രധാരണം നടത്തിക്കൊണ്ട് തന്നെ, വചനം വായിച്ചുകൊണ്ട് തന്നെ, വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്തത് കൊണ്ട് തന്നെ, ഇനി ഒരിക്കലെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ഒരു വർഷം കഴിഞ്ഞ്, നിങ്ങൾക്കറിയാമല്ലോ ദാനിയേലച്ചൻ കഷ്ടപ്പെട്ടിട്ട് ബൈബിൾ സ്റ്റഡി നടത്തുന്നുണ്ട്, മുഴുവൻ വായിച്ച് വെളിപാട് വരെ എത്തിയിട്ടുണ്ട്. ആ കൂടിയെങ്കിലും കടന്നു പോയിരുന്നെങ്കിൽ നമ്മൾ ബൈബിൾ മുഴുവൻ വായിച്ചവരായേനെ. ഈ ബൈബിൾ മുഴുവനൊന്ന് വായിക്കാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എന്ന് ഈ വചനത്തിന് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നുണ്ടോ അന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും. കാരണം അത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. നമ്മളെപ്പോഴും കേൾക്കും അന്യ ദൈവത്തിൻ്റെ ഭോഗമല്ല, അന്യ കാര്യങ്ങൾ ചെയ്യരുതെന്ന് വചനം പറയുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 31-ാം വാക്യം പറയുന്നുണ്ട്, കേൾക്കാം. നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത്. കേട്ടോ, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദൈവമുണ്ട്. എന്നിട്ട് നമ്മൾ എത്ര പേരാണ് മന്ത്രവാദികളുടെ അടുത്ത് ശകുനക്കാരൻ്റെ അടുത്തും പോയി അവരുടെ ബലിപീഠത്തിൽ നിന്ന് ബലിവസ്തുക്കൾ മേടിച്ച് കഴിച്ച് നമ്മൾ എത്രമാത്രം അശുദ്ധരായേക്കണേ. ഇതൊക്കെ വചനം പറയുന്നുണ്ട്, പോകരുതെന്ന്. ഒപ്പം തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ, ഇനി ഇന്നതൊക്കെ ചെയ്താൽ നിനക്ക് അനുഗ്രഹം കിട്ടുമെന്ന് വചനം പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുണ്ട്. നമുക്ക് അത്രയും കേൾക്കണ്ട, 1-2 വാക്യങ്ങൾ കേൾക്കാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുന്നെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. കേട്ടോ, നമ്മൾ എവിടെയൊക്കെ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എല്ലാ അനുഗ്രഹം കിട്ടും. ഈ വചനത്തിന് എല്ലാം വിശദീകരണമായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം ഒന്ന് വായിക്കുകയാണെങ്കിൽ നിസ്സാര കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടി നിസ്സാര കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മോശമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ നമുക്ക് തമ്പുരാനെ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിൽ ആയിരിക്കണം. എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ മാത്രം പൂജിച്ചുകൊണ്ട് നടന്നാൽ ക്രിസ്തുവിൻ്റെ പരിമളം മറ്റുള്ളവർക്ക് പകർത്താൻ കഴിയും. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ പരിമളം പരത്തുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും നടന്നു പോയപ്പോൾ കയ്യോ നല്ല പരിമളമാണല്ലോ, നല്ല സൗരഭ്യമുണ്ടല്ലോ, പെർഫ്യൂമിൻ്റെ അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ നടന്നു പോയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേൾക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ അവിടെ ഇവിടെയും പരിമളം എന്താ പറയുക മണത്തിട്ടോ ഉണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞേ, നിങ്ങൾ പോയപ്പോൾ അവിടെ ഒരു ചേച്ചി കൈപ്പൊക്കുന്നുണ്ട്. ആ ചേച്ചി പോയപ്പം ചേച്ചി പോകുമ്പോൾ ആൾക്കാർ പരിമളം പരുത്തി എന്നാണ് പറഞ്ഞത്. ഓക്കെ, എനിക്കൊന്ന് കാണണം. അപ്പോൾ അതൊന്ന് തന്നെ. അപ്പോൾ നമുക്ക് കൺഗ്രാജുലേഷൻ കൊടുക്കാം. ഒരു ചേച്ചിയെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നടന്നു പോയപ്പോൾ ചേച്ചി നടന്നു പോകുമ്പോൾ പരിമളം പരുത്തുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ധൈര്യപൂർവ്വം കൈ ഉയർത്തിയെങ്കിൽ ആ ചേച്ചിക്ക് നമുക്കൊരു കൺഗ്രാജുലേഷൻ കൊടുക്കാം. ഞാൻ ഒരിക്കൽ ഇങ്ങനെ പരിമളത്തെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കേട്ടില്ല.
അപ്പോൾ നമ്മുടെ നട കഞ്ചിക്കോട്ടെ റാണി ചേച്ചിയുടെ ഒരു ധ്യാനത്തിൽ ഞാനിങ്ങനെ മരിയൻ ധ്യാനത്തിൽ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു റാണി ചേച്ചി വന്നു കഴിഞ്ഞാൽ ഭയങ്കര മാതാവിൻ്റെ ഭയങ്കര സ്മെല്ല് വരും എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ആ ചേച്ചി ഇന്ന് വേറെ വല്ല പെർഫ്യൂമും അടിച്ചു വരുന്നുണ്ടാവും, അല്ലാണ്ട് എങ്ങനെയാണ് അങ്ങനെ പരിമളം വരുന്നത്. ഞാൻ വളരെ അവിശ്വാസിയായിട്ട് ഞാനിരുന്നു. ലാസ്റ്റ് ദിവസം ചേച്ചി ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന്മാർ പ്രാർത്ഥിച്ചു പോകുന്നവർ ലാസ്റ്റായിട്ട് ചേച്ചി കൈവച്ച് പ്രാർത്ഥിച്ചു വരുന്നുണ്ടായിരുന്നു. ചേച്ചി പ്രിയപ്പെട്ടവരെ എൻ്റെ തലയുടെ മുകളിൽ കൈകൊണ്ട് വെച്ചപ്പോൾ ഒരു പഞ്ഞിക്കെട്ട് തലയുടെ മുകളിൽ വെക്കുന്ന പോലെ എനിക്ക് ഒരു കൈയല്ല കഞ്ഞിക്കെട്ട്, ഞാൻ പതിയെ കണ്ണു തുറന്നു നോക്കി, ഇപ്പോൾ ചേച്ചിയുടെ കൈ തന്നെയാണ്. ആ കയ്യിൽ നിന്ന് നല്ലൊരു സ്മെല്ല് എൻ്റെ തലയിലേക്ക് അടിച്ചു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ക്രിസ്തുവിൻ്റെ പരിമളം പരത്താൻ പറ്റും ഹൃദയത്തിൽ ആരുണ്ടെങ്കിലാ, ക്രിസ്തു ഉണ്ടെങ്കിൽ. ഇപ്പം റാണി ചേച്ചിയുടെ പ്രത്യേകത എന്താ? റാണി ചേച്ചി മാതാവുമായിട്ടാണ് കൂടെ നടക്കുന്നത്. മാതാവിൻ്റെ പ്രത്യേകത എന്താ? മാതാവ് പരിശുദ്ധാത്മാവല നിറഞ്ഞതാ, മാതാവ് ഈശോയുടെ അമ്മയാ, പിതാവായ ദൈവത്തിൻ്റെ മകളാ. അങ്ങനെ ആ ഒരു ത്രിത്വമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതുകൊണ്ട് ആ ചേച്ചി കൈ എൻ്റെ തലയിൽ വെച്ചപ്പോൾ എനിക്കൊരു സ്മെല്ല് അനുഭവപ്പെട്ടു. അതുകൊണ്ട് അന്ന് തൊട്ട് എനിക്ക് മനസ്സിലായി ക്രിസ്തുവിൻ്റെ പരിമളം മനുഷ്യർക്കും പരത്താനായിട്ട് സാധിക്കും. അവിടെ നമുക്കോരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ പരിമളമായി തീരണമെങ്കിൽ വചനത്തിൽ ആഴപ്പെടണം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലും വചന സന്ദേശങ്ങളിലുമൊക്കെ ആഴപ്പെട്ട് ദൈവപ്രമാണങ്ങൾ പഠിച്ച്, ഇനിയെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ദൈവപ്രമാണങ്ങൾ എത്രയുണ്ട് അതെനിക്ക് പറയാൻ കിട്ടും എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം കരങ്ങൾ ഉയർത്താൻ ഒരു ക്രിസ്ത്യാനിക്കെങ്കിലും സാധിക്കണം. അക്രൈസ്തവരെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പാവങ്ങൾ അവർ ക്രിസ്തുവിനെ കേൾക്കാനായിട്ട് വന്നുവല്ലോ, അതുകൊണ്ട് അവരോടല്ല ക്രിസ്ത്യാനികളായിട്ടുള്ളവരോട് പറയുകയാണ്, ദൈവകൽപ്പനകൾ 10 ഉണ്ട്, അത് 2ആയിട്ട് സംഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ ധൈര്യപൂർവ്വം കരങ്ങൾ ഉയർത്താനെങ്കിലും സാധിക്കണം. എനിക്ക് 10 ദൈവപ്രമാണങ്ങളെങ്കിലും അറിയാം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എനിക്കറിയില്ലെങ്കിലും വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ പറഞ്ഞ ഈശോ പിതാവായ ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളെങ്കിലും എനിക്കറിയാമെന്ന് പറയാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്കങ്ങനെ ക്രിസ്തുവിൻ്റെ പരിമളം പരത്തുന്ന ഓരോ വ്യക്തികളായി തീരുവാനും അതുപോലെ തന്നെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂജിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനുള്ള എല്ലാ അനുഗ്രഹവും ഈശോ തരട്ടെ. നമ്മുടെ അശുദ്ധിയെല്ലാം ഈശോയുടെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് നമുക്ക് ക്രിസ്തുവിൻ്റെ പരിമളം പരത്തുന്നവരാകാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.